സാധാരണ ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറിക്കുമ്പോൾ ഈ പേപ്പർ അങ്ങനെ വരുമല്ലോ. ഇത് പറിക്കുമ്പോൾ ഒന്നും ആവാണ്ട് ഡാമേജ് ഒന്നും ആവാണ്ടിരിക്കാനാണ്. അപ്പം ഇതാണ് നമ്മുടെ 4th പ്രൈസ്. ഇനി 5th പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇനി കാണിച്ചു തരാം. എൻ്റെ ബാഗിലാണ് അതുള്ളത്. ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഈ ഒരു നോട്ട്ബുക്കാണ് കേട്ടോ. ഇതന്നെയല്ല, സെയിം അല്ല, ഞാൻ മാറ്റം വരുത്തിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ സാധനത്തിൻ്റെ ഒക്കെ കൂടെ തന്നെ ഇല്ല, ഫസ്റ്റ് പ്രൈസിനും സെക്കൻഡ് പ്രൈസിനും എല്ലാത്തിൻ്റെയും കൂടെ തന്നെ ഒരു കവായി സ്റ്റിക്കറും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഇത്, സെക്കൻഡ് പ്രൈസ് മിനി ജേണൽ സാപ്ലിങ്സ്, തേർഡ് പ്രൈസ് ഞാൻ നേരത്തെ കാണിച്ച ഒരു കലണ്ടർ, 4th പ്രൈസ് ഈ ഒരു മെമ്മോ പാഡ് നല്ലൊരു ബോർഡ് എന്ന് എന്തും വിളിക്കാം ഈ ഒരു സംഭവം. ലാസ്റ്റ് 5th പ്രൈസ് ഈ ഒരു എന്താ പറയുക നോട്ട്ബുക്ക്, മിനി നോട്ട്ബുക്ക്. അത്ര മിനി അല്ല, നോർമൽ ഒരു ആവറേജ്. പിന്നെ ഇതിൻ്റെ ഒന്നിച്ച് ഞാനൊരു വേറെ എന്തെങ്കിലും ഒരു കുഞ്ഞു സംഭവം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു നോട്ട്ബുക്കിൻ്റെ കൂടെ ഒരു ടു ഡു ലിസ്റ്റും അതാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് മൺഡേ, അതായത് നമുക്ക് കുറച്ച് ദിവസം വേണമല്ലോ ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച, അതായത് 30-ാം തീയതി, നേരത്തെ കലണ്ടറിൽ ഞാനുണ്ട്, അതിൽ ഡേറ്റ് ഉണ്ട് കേട്ടോ, ലാസ്റ്റുള്ള 30-ാം തീയതി ഞാൻ ഇതൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വിന്നേഴ്സിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് പ്രൈസ് അമിയ, ഫസ്റ്റ് രണ്ടിലൊന്നു തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് പ്രൈസ് അമിയ. ഇനി സെക്കൻഡ് പ്രൈസ് നിയ. അപ്പോൾ ഇവിടെ എഴുതിയത് നിങ്ങൾ കൂട്ടണ്ട, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു നിയ. ഇനി തേർഡ് പ്രൈസ് ഗോസ് ടു നിഹാര. ഇനി 4th പ്രൈസ് ഗോസ് ടു അലോക. 5th പ്രൈസ് ഗോസ് ടു അമേയ. അപ്പോൾ ഇത്രയും എന്താ പറയുക വിന്നേഴ്സാണുള്ളത്. അപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞ പോലെ അടുത്ത 30-ാം തീയതി അടുത്ത തിങ്കളാഴ്ച ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വിന്നേഴ്സായിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഇനി കിട്ടാത്തവർ, അതായത് ബാക്കി 3 നാളേ ഉള്ളൂ. അപ്പോൾ കിട്ടാത്തവർക്ക് നെക്സ്റ്റ് ടൈം ഇനി ഞാൻ ഗിവ് അവേ വെക്കുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ബൈ ബൈ.